ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് കിഡിലമായിട്ട് പഠിച്ച ചാപ്റ്റർ ആണ് അല്ലെ. എന്നാൽ ഈ ചാപ്റ്ററിലെ ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടാലോ. അതായത് എല്ലാ എക്സാമിനേഷൻസും ചോദിക്കും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് അഞ്ച് ഡിഫറെന്റ് പാർട്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്താണ്, നിങ്ങൾക്ക് ഓരോ പാർട്ടും തെറോ ആക്കാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് ഇതിലൂടെ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ്, ഇത് ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. നോക്കിക്കേടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മുടെ ബ്രെയിനിന്റെ ഡിവിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ നിങ്ങൾക്ക് കാണാം അല്ലെ. അതിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫോർ ബ്രെയിന്റെ പാർട്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എഴുതാം എന്താണ്, സെറിബ്രം എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിന്റെ പാർട്സ് ആണ്. പിന്നെ നമുക്ക് ബി ആയിട്ട് എന്ത് കൊടുക്കാടാ, തലാമസ് കൊടുക്കാം അല്ലെ. ഇനി അടുത്ത ഇവിടെ സി ആയിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈപ്പോ തലാമസ് ഉണ്ട്. സോ അതും കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇവിടെ മെൻഷൻ ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ്. ഇനി മിഡ് ബ്രെയിനിന് അങ്ങനെ പ്രത്യേകിച്ച് ഭാഗങ്ങളൊന്നുമില്ല, 4 സ്വെല്ലിങ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറ ക്വാഡ്രിജമിന അല്ലെ. സോ അത് നമുക്ക് ഇവിടെ എഴുതാം, കോർപ്പറ ക്വാഡ്രിജമിന. യെസ്, അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഹൈൻഡ് ബ്രെയിനിലേക്ക് വന്നു. അവിടെയും നിങ്ങൾക്ക് ഒരു പാർട്ട് ലേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മെഡുല, ബാക്കി 2 പാർട്സ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇ എന്ന് പറഞ്ഞാൽ ഏതാടാ, പോൺസ് ആണ് അല്ലെ, പോൺസ് വെരോളിയാണ്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഏതാടാ, സെറിബെല്ലം, നമ്മുടെ ബോഡി ബാലൻസിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സെറിബെല്ലം. ലാസ്റ്റ് പാർട്ടായിട്ടുള്ള മെഡുല. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ എന്താണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ നോക്കിക്കേടാ. നമ്മുടെ ന്യൂറോൺസിന്റെ പല പല ടൈപ്സ് ആണ് അല്ലെ, അതിന്റെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ന്യൂറോൺസിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ റീസൺ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താടാ, മൾട്ടി പോളാർ ആണ് അല്ലെ. മൾട്ടി പോളാർ കാര്യം എന്താടാ, ഇവിടെ ഒരു ആക്സോണും ഒന്നിൽ കൂടുതൽ ഡെൻഡ്രൈറ്റ്സും ഉണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം, 1 ആക്സോൺ ആൻഡ് 2 or more ഡെൻഡ്രൈറ്റ്സ് എന്ന് കൊടുക്കാം. 2 or more ഡെൻഡ്രൈറ്റ്സ് എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തായിട്ട് എന്താടാ ഉള്ളത്, യെസ് നമുക്കറിയാം ബൈപോളാർ ഉണ്ട് അല്ലെ. ബൈപോളാർ ആണ് ഉള്ളത്. സോ ഈ ബൈപോളാറിന്റെ പ്രത്യേകത എന്താടാ, ഒരു ആക്സോണും അതേപോലെ തന്നെ എന്താണ്, ഒരു ഡെൻഡ്രൈറ്റും ആണ് ഉള്ളത് അല്ലെ. സോ 1 ആക്സോൺ, അതേപോലെ തന്നെ നമുക്ക് എഴുതാം 1 ഡെൻഡ്രൈറ്റ് എന്ന് എഴുതാം. ലാസ്റ്റ് വൺ ആണ് നമ്മുടെ യൂണിപോളാർ ന്യൂറോൺ അല്ലെ. യൂണിപോളാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ആയിരിക്കും അതിന്റെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാല്. സോ നമുക്കിവിടെ എന്ത് എഴുതാം, സെൽ ബോഡി വിത്ത് 1 ആക്സോൺ എന്ന് കൊടുക്കാം. ഇനി ഇതിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വേർ ഡു യു ഫൈൻഡ് ദീസ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഇൻ ഹ്യൂമൻ ബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താടാ, മൾട്ടി പോളാർ ആണ് അല്ലെ. മൾട്ടി പോളാർ എവിടെയാണ് കാണുന്നത്, സെറിബ്രൽ കോർട്ടക്സിലല്ലേ കാണപ്പെടുന്നത്. യെസ്, സെറിബ്രൽ കോർട്ടക്സിലാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തത് ബൈപോളാർ, അത് കാണപ്പെടുന്നത് ഒന്ന് നമ്മുടെ റെറ്റിന ഓഫ് ഐയിലും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഓൾ ഫാക്ടറി റിസപ്റ്ററിലും ആയിരിക്കും. ഇനി നമ്മുടെ യൂണിപോളാർ ബേസിക് ആയിട്ടുള്ള സാധനമാണ് അല്ലെ. അത് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കും കാണപ്പെടുക. അപ്പൊ ഇതാണ്, നിങ്ങൾ ഇത്രയുമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. യെസ്, നിങ്ങൾക്ക് തൊട്ടടുത്ത സ്ലൈഡിൽ ഇതിന്റെ എന്താണ് ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. സെയിം യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എത്ര ആക്സോണും ഡെൻഡ്രൈറ്റും ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇത് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 types of synapses are given in A and B. നമ്മൾക്കറിയാം 2 രീതിയിലുള്ള സിനാപ്സിസ് ഉണ്ട് അല്ലെ. ഇലക്ട്രിക്കൽ സിനാപ്സിസ് ഉണ്ട്, കെമിക്കൽ സിനാപ്സിസ് ഉണ്ട്. എന്താടാ ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല, വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരിക്കും പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക്കും മെംബ്രെയിനും ഉണ്ടാവുക. അതായത് ഒരു ആക്സോണിൽ എങ്ങനെയാണോ കണ്ടക്ഷൻ നടക്കുന്നത് അതേപോലെയായിരിക്കും ഇലക്ട്രിക്കൽ സിനാപ്സിൽ കണ്ടക്ഷൻ നടക്കുക. ഇനി കെമിക്കലിന്റെ കേസിൽ വരുമ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ അതിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അവിടേക്കാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. നമുക്കൊരു പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ടാവും, ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ടാവും. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിന് മേലെയുള്ള റിസപ്റ്റേഴ്സ് ആണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വലിച്ചെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോടാ. യെസ്, അപ്പൊ പിന്നെ അതേപോലെ തന്നെ സിനാപ്സ് ട്രാൻസ്മിഷൻ എവിടെയായിരിക്കും ഫാസ്റ്റർ, നമ്മുടെ ഇലക്ട്രിക്കലായിരിക്കും. കാര്യം അതെന്താണ്, സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ് അല്ലെ, ഗ്യാപ്പ് ഒന്നുമില്ല. പക്ഷെ അത് നമ്മുടെ ബോഡിയിൽ വളരെ റെയർ ആയിട്ട് ഇലക്ട്രിക്കൽ സിനാപ്സ് കാണുകയുള്ളൂ. കൂടുതലും എന്ത് തന്നെയാണ്, കെമിക്കൽ സിനാപ്സസ് ആണ് ഉള്ളത്. ഐഡന്റിഫൈ എ ആൻഡ് ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ഈ ഒരു ടേംസ് വെച്ചിട്ട് തന്നെ ഇവിടെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ എയില്. സോ നിങ്ങൾക്കറിയാം എ എന്ന് പറഞ്ഞാൽ എന്താടാ, കെമിക്കൽ സിനാപ്സ് ആണ്. എ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സിനാപ്സ് ആണ്. അപ്പൊ ബി എന്തായിരിക്കും ഇലക്ട്രിക്കൽ സിനാപ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ്.
ഇനി നോക്കിക്കേ, ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻ ബി ഈസ് ഫാസ്റ്റർ. ഇലക്ട്രിക്കൽ എന്താണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഫാസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്? ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. യെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? The pre-synaptic and post-synaptic membrane are in close proximity എന്ന് എഴുതിയാലും റൈറ്റ് ആൻസർ ആണ്. Name the chemical substance that helps in the transmission of impulse. എയിൽ ഗ്യാപ്പ് ഉള്ള സ്ഥിതിക്ക് അവിടെ എന്തെങ്കിലും സാധനം റിലീസ് ചെയ്യണം അല്ലെ. സോ അവിടെ റിലീസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സിനാപ്റ്റിക് വെസിക്കിൾസിൽ നിന്നാണ് ഇത് റിലീസ് ചെയ്ത് വരുന്നത് അല്ലെ. എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് അസറ്റൈൽ കൊളൈൻ കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് അറിയുന്ന സ്ഥിതിക്ക് നമ്മൾ അതിന്റെ എക്സാമ്പിൾ കൂടെ എഴുതിയില്ല. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് ഷോയിങ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. യെസ്, നമ്മുടെ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഡിവിഷൻ ആണ്. നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം തന്നെ പഠിക്കുന്ന ടോപ്പിക് ആണ് അല്ലെ. നോക്കിക്കേടാ, ന്യൂറൽ സിസ്റ്റത്തിനെ ആദ്യം തന്നെ നമുക്ക് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് തിരിക്കാം. അതിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ രണ്ട് ഭാഗങ്ങളാണ് ബ്രെയിനും അതേപോലെ തന്നെ സ്പൈനൽ കോഡും അല്ലെ. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ പിന്നെയും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആണ്. ഇനി ഈ ഓട്ടോണോമിക്കിൽ തന്നെ രണ്ട് ഡിവിഷൻസ് വരുന്നുണ്ട്. സോ നമുക്കത് എഴുതാം, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. വളരെ ഈസി ആയിട്ടുള്ള ഡിവിഷൻസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. കാര്യം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ബ്രെയിൻ വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വളരെ ചെറിയ ചാപ്റ്റർ ആണ് ഇതെന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നോക്കിയേ, ബ്രെയിൻ്റെ ഒരു ഡയഗ്രാം അവിടെ ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെയിൻ ഈസ് മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഓർഗൻ ഇൻ അവർ ബോഡി, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മുടെ ക്രേനിയം, ബോണി ബോക്സ് ഉള്ളത്. അത് കൂടാതെ മെനിഞ്ചസും ഉണ്ട് അല്ലെ. സോ ബ്രെയിൻ ഈസ് എന്താണ്? കവേർഡ് ബൈ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ബൈ എന്താണ്? ക്രേനിയം ആൻഡ് മെനിഞ്ചസ് എന്ന് നമുക്ക് കൊടുക്കാം. കവേർഡ് ബൈയോ പ്രൊട്ടക്റ്റഡ് ബൈയോ എന്തെഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെഴുതാം? പ്രൊട്ടക്റ്റഡ് ബൈ ആക്കാം അല്ലെ. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ, ഓക്കെ, പ്രൊട്ടക്റ്റഡ് ബൈ ക്രേനിയം ആൻഡ് മെനിഞ്ചസ്. യെസ്, മെനിഞ്ചസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ബ്രെയിൻ വിച്ച് ഫങ്ഷൻസ് ആസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമുക്കറിയാം ഹൈപ്പോ തലാമസ് നമ്മുടെ എൻഡോക്രൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? പിറ്റ്യൂട്ടറി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ ഇവിടെ തന്നെ ആൻസർ ആയിട്ട് കൊടുക്കാം. അടുത്ത, ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ബ്രെയിൻ ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്രെയിൻ സ്റ്റെമിന്റെ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നമുക്കറിയാം. ഹൈൻ ബ്രെയിനിന്റെ രണ്ട് ഭാഗവും അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ മിഡ് ബ്രെയിനും കൂടെ കൂടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഉണ്ടാകുന്നത് അല്ലെ. യെസ്, അപ്പൊ നമ്മുടെ ബ്രെയിൻ സ്റ്റെമിൽ ഇൻവോൾവ് ചെയ്ത പാർട്സിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്തെഴുതാം? യെസ്, ഇവിടെ എഴുതാം, ദാറ്റ് ഈസ് മിഡ് ബ്രെയിൻ, അതേപോലെ തന്നെ നമ്മുടെ പോൺസ്, അതേപോലെ തന്നെ നമ്മുടെ മെഡുല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പാർട്സിന്റെ പേരാണ്. നമ്മുടെ ഫംഗ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റിലേ സെന്റർ ആക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം അത് ആരാണ്? നമ്മുടെ തലാമസ് ആണ് അല്ലെ. നെക്സ്റ്റ് വൺ, ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ആളാരാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹൈപ്പോ തലാമസ് തന്നെയാണ് അല്ലെ. ഹൈപ്പോ തലാമസ് ആണ്. നെക്സ്റ്റ് വൺ, രണ്ട് ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം അത് കോർപ്പസ് കലോസം ആണ് അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ മെയിൻറ്റെയിൻ ദ പോസ്ചർ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാടാ? സെറിബെല്ലം എന്ന് കൊടുക്കാം. ഇനി കാർഡിയോ വാസ്കുലർ റിഫ്ലക്സസ് കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ മെഡുല്ല കൊടുക്കാം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോവാ. എന്നിട്ട് നമുക്കിനി അധികം സമയമൊന്നുമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.